ഞാൻ പറഞ്ഞ പോലെ നിക്ക്. ഇങ്ങനെ നിക്ക്. അപ്പൊ പറയാണ് ഞാൻ അപ്പാനി ശരത്ത് എന്ത് ചെയ്യണെന്നാണ് ഇല്ല. എന്നെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. അവിടെയും കുടുങ്ങിയോള്. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ പങ്കായത്തിലാണ്. അതാര്? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? മടുക്കൂല ഇതിറക്കി സിനിമ. ഇത് വളരെ സിമ്പിൾ ആടാ. ഇത് വളരെ സിമ്പിൾ ആണ്. വാടാ, ഈസി അല്ലേ? വെരി ഈസി. നമ്മൾ റൂമിൽ സെറ്റായി ജസ്റ്റ് ഇറങ്ങിയേക്കാണ്. കുളം, ഇപ്പുറത്തെ കുളം. ആക്ച്വലി രാമൂടിന്റെ ഒക്കെ തറവാടൊക്കെ ഏകദേശം ഈ ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മക്കൊക്കെ ആണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറ്റിയിലൊക്കെ ജീവിക്കണം. ഇല്ല, അങ്ങനെയല്ല. നമ്മള് ലൈക്ക് കൊച്ചിയിലായതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലം നമ്മൾ കാണാറേ ഇല്ല. അപ്പൊ വല്ലപ്പോഴും കാണുമ്പോൾ നമുക്ക് കണ്ടാ പിന്നെ എവിടെ ഫ്രെയിം വെച്ചാലും ഗ്രീൻ നൈസ്. പിന്നെ നമ്മുടെ റൂമിന്റെ അടുത്താണിതാ ഈ ഒരു പ്ലേ സ്റ്റേഷൻ. അതേ പ്ലേ സ്റ്റേഷൻ. അയ്യോ ഓടുന്നു. പൂളുണ്ട്, ചാടിയാലോ? വേണ്ട. ദാ ഇച്ചൂന് കളിക്കാൻ പറ്റിയ പ്ലേ സ്റ്റേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ല നിന്നെ കളിക്കാൻ പറ്റിയ പ്ലേ സ്റ്റേഷൻ അല്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് സീനറി ആസ്വദിക്കാൻ നല്ല രസമാട്ടോ ഗൈസ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇതാണ് നല്ല ഭംഗി. കോടയാണ് ഗൈസ്. കുറച്ച് കോട. ഇവിടെ കിടന്നിട്ട് അപ്പാന് ചേർത്ത് ഔട്ടായ വിഷമൊക്കെ അറിയുന്നത്, അല്ലാണ്ട് ഇവിടെ ആസ്വദിക്കണമെന്നല്ല നടക്കുന്നത്. ബിഗ് ബോസ് കാണാൻ ബാക്കിയിലാക്കിയ ചർച്ച ഗൈസ്. അതല്ല, എന്നിട്ട് പറഞ്ഞു നമുക്ക് രാത്രി ബിഗ് ബോസ് കാണാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞാ ശരി തന്നെ. കുറച്ചു നേരം കഴിയുമ്പോഴെങ്കിലും മിണ്ടാതിരിക്കണട്ടാ. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന ബി ഇൻ ദ മൊമെന്റ് എന്ന്. അപ്പൊ പറയാണ് ഞാൻ അപ്പാനി ശരത്ത് എന്ത് ചെയ്യണെന്നാണ്. ഇല്ല, ഇവന്റെ എല്ലാവർക്കും ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. രാമൂട്ടൻ തന്നെയാണ്. കാരണം രാമൂട്ടനെ ഇതാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല. അപ്പൊ എല്ലാരും പറയും രാമൂട്ടൻ തന്നെ. ഗായ്സ്, നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ കാണാൻ പോയ സമയം നോക്കി ഒരാൾ ഇതാ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. എന്താണത്? സ്വിമ്മിംഗ് പൂൾ ചാടിയാണോ നീ? അതാ ഇപ്പൊ കറങ്ങി വരും. ഗൈസ്, രാമൂട്ടനോടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇറങ്ങണം എന്നുണ്ട്, പക്ഷേ ഞാൻ ഇറങ്ങുന്നില്ല ഗൈസ്. നമ്മൾ ഇത്തവണ എൻജോയ് ചെയ്യാന്ന് വെച്ചു, കണ്ട് എൻജോയ് ചെയ്യാന്ന് വെച്ചു ഗൈസ്. അപ്പൊ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നേക്കാണ്. അപ്പൊ നമുക്ക് ഡിന്നറിന് എന്താണ് സ്പെഷ്യൽ നോക്കാം. ലിറ്റിൽ ഹ്യൂമൻ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. ഞാൻ അറിയാതെ ഈ ബോട്ടിൽ മാറ്റാൻ പോയി. അപ്പോഴാണ് ഓർമ്മ വന്നത് ഈ ഫോൺ ഈ ബോട്ടിലാണല്ലോ. ഞാൻ ഈ ചുനെ കൊണ്ട് ഡാൻസ് കളിക്കാൻ പോണ പുതിയ ട്രെൻഡ്. ഇല്ലെങ്കിൽ ഞാൻ രാമുണ്ടെ കൊണ്ട് ഇച്ചോട്ടാ വേണ്ടാ, ബിസിയാണ് അവൾ. ഇച്ചു മേമനോട് കളിക്കോ? തോർത്ത് വെച്ചിട്ട് മേമ പറഞ്ഞ പോലെ കളിക്കോ? മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. റെഡി ആയിക്കോ, രാമുണ്ണെ കൊണ്ട് ചെയ്യിക്കില്ല. അതാ ഇച്ചു ചെയ്യണില്ല. എന്തായാലും ഇപ്പൊ രാമുണ്ണെ കൊണ്ട് ഞാൻ ജയിക്കും. മടുക്കൂല ഇതിറക്കി. മറ്റേ ഈ സിനിമ. ഇത് വളരെ സിമ്പിൾ ആടാ. ഇത് വളരെ സിമ്പിൾ ആണ്. വാടാ, ഈസി അല്ലേ? വെരി ഈസി. സൂക്ഷിച്ചു കരുത്, സിമ്പിൾ ആണ്. നിനക്ക് ഭ്രാന്താടാ പന്നി. ഇത് ഓഫാക്കോ ആരെങ്കിലും ഇവനാ? കാറിന്റെ ചാവിയാടാ. എന്റെ നെഞ്ചു കൂടു. നമ്മൾ ആ റീല് രാമൂട്ടനെ കൊണ്ട് എടുപ്പിക്കാൻ. ഞാൻ പെട്ട്. അപ്പൊ ഗൈസ്, രാമൂട്ടനെ കൊണ്ടാണ് ഞാൻ വെള്ളാക്ക പൊക്കി പോലെ എടുക്കട്ടെ. The next day. Good morning guys. ഇവ രാവിലെ തന്നെ എഴുന്നേറ്റാ. അപ്പൊ നമ്മള് ഇന്ന്
രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് കാണാൻ പോവാണ് രാമൂട്ട? ഇവിടെ ആക്ച്വലി തൊട്ടടുത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഗൈസ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഇങ്ങനെ കോട കാണാൻ പറ്റും. ഇന്ന് കുറച്ചേ ഉള്ളൂ നടക്കാൻ, 10 മിനിറ്റേ ഉള്ളൂ നടക്കാൻ. അപ്പൊ നമുക്ക് വ്യൂ പോയിന്റ് കാണാം ഗൈസ്. കമോൺ. ഒരു വലിയ പോത്ത് നോക്കുന്നു. ആ പോത്ത് ഈ പോത്തിനെ നോക്കുന്നു. നോക്കി പോത്ത്. 10 മിനിറ്റ് ഉള്ളൂല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ശരി, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. നമ്മുടെ കൂടെ തന്നെ മേഘങ്ങൾ. അതാ പോയി. ഹലോ, കാണുന്നില്ല, മൊത്തം മൂടി നോക്കി. അവിടെ ഒരു മര ഉണ്ടായിരുന്നല്ലോ, ഇത് അടുത്തോ വരണ്. എടാ ഒന്ന് കണ്ടു തീർക്കട്ടടാ ഞങ്ങള്. നമ്മള് ഈ ഒരു വ്യൂ പോയിന്റ് കോട വ്യൂ പോയിന്റ് കാണാൻ വന്നതാ. പക്ഷെ മൊത്തത്തിൽ കോടയാണ്. കോട വരുന്നു പോകുന്നു, കോട വരുന്നു. അതൊരു ടോപ്പിലെ ഒരു പോയിന്റ് ആണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ് ആക്ച്വലി. പോയിന്റ് നല്ല രസമുണ്ട്, നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു പേടി തോന്നുന്നില്ല. നമുക്ക് ഹൈറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല വെയിലായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമുക്ക് ഈ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ദാ റെഡിയായി ഇറങ്ങി. ഇനി നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ് ഗൈസ്. വാട്ടർ ആക്ടിവിറ്റീസ് ആൻഡ് അഡ്വഞ്ചറസ്. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെന്താണ് ബാംബൂ റാഫ്റ്റിംഗ് ഉണ്ട്, ബാംബൂ ഉണ്ട്, ഇതെന്താ പെഡൽ ബോട്ട് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. ബാംബൂയിൽ തുടങ്ങാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് കിട്ടി തോന്നുന്നല്ലോ ഇതൊന്നും. അതാ രാമോട്ട് ഇരുന്ന് പണിയെടുക്കുന്നു. പക്ഷെ കൊള്ളാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംബൂ റാഫ്റ്റിംഗ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. പ്ലീസ്, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. എന്നെ ഹായ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളത്തില് ഞാനിപ്പോ മുങ്ങിച്ചവിടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നാ തോന്നുന്നത്. കൊണ്ടൊരു സ്ഥലത്ത് പോലും. ഗൈസ്, ഇനി നമ്മൾ കയറിയിരിക്കുന്നത് പെഡൽ ബോട്ട്. അച്ഛൻ പണിയെടുക്കുന്നത് കണ്ടോ? നമുക്കിവിടെ ചവിട്ടണ്ട ഗൈസ്, ഒന്നുമില്ല ചവിട്ടാനായിട്ട്. പിള്ളേര് പറഞ്ഞു നീന്താൻ അറിയാതെ ചമ്മിയ മോഹൻ തിരിഞ്ഞ്. അവരെല്ലാവരും രാമൂട്ടൻ ബാംബൂല് പോയി. രാമൂട്ടൻ ഏട്ടനും ഞങ്ങൾ കയാക്കിങ്. ഞങ്ങൾക്ക് ഒറ്റ പങ്കായേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ പങ്കായത്തിലാണ്. അതാര്? നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? നിങ്ങളിത് എവിടെ നിന്ന് വന്നു? ഇച്ചു പുല്ലിന്റെ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത്. രക്ഷിക്കൂ, ഒറ്റപ്പങ്കായം കൊണ്ട് തുഴയാൻ ഇറങ്ങിയേക്കാണ് ഞങ്ങള്. വാട്ടർ ആക്ടിവിറ്റീസ് കഴിഞ്ഞു ഗായ്സ്. ഇനി നമ്മൾ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാൻ വന്നാണ്. അതിന് നമുക്ക് വെക്കേറ്റ് ചെയ്യാമല്ലോ. രാമൂട്ട് എന്താ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ക്ലീനിങ് രാമു ഗായ്സ്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് ഗായ്സ്. അത് ശരിയാ, നമ്മുടെ കൂടെ വന്ന 3 പേരെ കാണാനില്ല. ആക്ച്വലി ഇച്ചാപ്പിയാണ് ടൈം ടേബിൾ നമ്മുടെ തീരുമാനിക്കുന്നത്. പക്ഷേ ഏട്ടൻ പറഞ്ഞു എന്തായാലും എല്ലാവരുടെയും നടക്കില്ല, അപ്പൊ നിങ്ങളെങ്കിലും പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവനോട് ബാത്റൂമിൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും സാരങ്ങൾ ഇട്ടിട്ട് അവരോട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അപ്പൊ സാരില്ല, നമുക്ക് എന്തായാലും ഇതെന്താ സംഭവം നോക്കാം. എനിക്ക് തോന്നുന്നു ഈ റോപ്പിൽ കൂടെ ഒക്കെ നടക്കാന്നുള്ളതാണ് തോന്നുന്നു കേട്ടോ. ഹൈറ്റ് പേടിയുള്ളവർക്ക് ഒരു ചലഞ്ചിങ് ആയിരിക്കും. ഹൈറ്റ് പേടിയുള്ളവർക്ക് പക്ഷെ നൈസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. നമ്മൾ ഇനി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ്. ഓക്കേ ഗൈസ്, കം ഓൺ. നടക്കങ്ങട്ട് ഇതെന്താ ആകെ ഇത്ര ഹൈറ്റ് ഉള്ളത് ഡയലോഗ്. ആരെല്ലാം പറ്റും, ചുമ്മാ കളിക്കല്ലേ. എന്നെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്റെ ദേവദൂതൻ. കാണുന്ന പോലെയല്ല, കുറച്ചൊരു
അവിടെയും കുടുങ്ങിയോള്. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? ഇതാ നിന്നെന്താടാ വല്ല ചെലന്തി വലനും പെട്ടോ നീ? മീശവാൻ പെട്ട പോലെ ഉണ്ടല്ലോടെ നീനത്. ഒന്ന് പോടാ, വേറെ ആൾക്കാർക്ക് വരാനുണ്ട്. ഹലോ വിഷയം വിഷയം നടന്നു പോവാ. ഇതൊരു വീഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല, ട്രൈ ചെയ്ത് നോക്ക്. ആ അത് കുഴപ്പമില്ല, ഇതുണ്ടല്ലോ, ഇത് സേഫ് അല്ലേ? ആ ഫസ്റ്റ് അങ്ങനെ സെക്കൻഡ്. അയ്യേ സ്കിപ്പ് ചെയ്തേ, അയ്യേ സ്കിപ്പ് ചെയ്തേ, അയ്യേ ഞാൻ അപ്പുറത്തായി പോയല്ലോ. ആ കടന്നോ അങ്ങട്. നിന്റെ വെയിറ്റ് കൊടുത്താ സീനൊന്നുമില്ല, താണു വരും. എനിക്കൊന്നും പറ്റൂല. പിന്നെ എന്താ അതിന്റെ പ്രശ്നം? ഇതെവിടെ പോണ്? അതാ അതിൻ്റെ ഉള്ളിൽ കൂട്ടിങ്ങി. ഓ ഹൈ ആ അപ്പുറം പിടിക്ക്, എന്റെ അപ്പുറം പിടിക്ക്, എന്റെ കാലെടുത്ത്. ആ അത്രേ ഉള്ളൂ, ഒരു കാലപ്പുറം. ആ തന്നെ. കോൺസെൻട്രേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. A few moments later. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഒരു ലോഡ് ഫുഡ് ഉണ്ട്. കൈയും വേനെടുക്കണം, കൈയും കാലും. എനിക്കിത് ഇഷ്ടപ്പെട്ട ഇവരുടെ ഇത്രയും ഫുഡും പരിപാടികളും. ലാസ്റ്റ് റിവ്യൂ പറയാം. ഇത് വൃത്തിയാക്കി, അത് വൃത്തിയാക്കാൻ പോകും. എന്നാ ശരിക്കും നിന്റെ പണി എന്നാ ചാപ്പി? നീ വലുതാവുമ്പോ എനിക്ക് നല്ല കാണിച്ചു തരണം. അപ്പൊ നമ്മുടെ സ്റ്റേക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പോവാണ്. വണ്ടിക്കകത്തുണ്ട്, പുറത്തിറക്കാൻ പറ്റാത്തോണ്ട്. കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറ്റാൻ പണിയാകും, അതുകൊണ്ടാണ്. അപ്പൊ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൗണ്ടൻ പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് ആണ്. പാപ്പം കിട്ടും, 3 നേരം പാപ്പം കിട്ടും. യെസ്, മാത്രമല്ല എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഒരു 2.5 hours ഉള്ളൂ. പിന്നെ ഇവിടെ പോലെ ഒരു മാപ്പ് പറയുകയാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ. ഇനി നമുക്ക് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ലൊക്കേഷനിൽ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തേക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ സ്റ്റേക്കേഷൻ. നമുക്ക് കാണാം ഗൈസ്, അതെ ഇവരിന്ന് കണ്ണൂർ തിരിച്ചു പോവാണ്. ആൻഡ് നമ്മളും അടുത്തന്നെ പോകും കണ്ണൂർക്ക്. അപ്പോൾ അപ്പത്തേക്ക്